വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. വെള്ളമുണ്ട പഞ്ചായത്തിലെ പാലിയാണ, കരിങ്ങാരി പ്രദേശങ്ങളിൽ പലയിടത്തും ഇന്നും കരടിയെ കണ്ടു. കരിങ്ങാരിയിൽ അല്പസമയം മുമ്പ് കരടി നെൽവയൽ മുറിച്ചു കടക്കുന്ന ദൃശ്യം മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ആദ്യം ദൃശ്യങ്ങൾ മുന്നിന്ന് മാറ ആളുകളുടെ മുന്നിന്ന് മാറ എം കമൽ വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. കമൽ, ഈ കരടിക്കായിട്ടുള്ള തെരച്ചിൽ ഇങ്ങനെ തുടരുമ്പോഴാണ് ഇങ്ങനെ നെൽവയൽ മുറിച്ചു കിടക്കുന്ന കരടിയുടെ ദൃശ്യം പുറത്തു വരുന്നത്. ആരും കരടിയുടെ മുൻപിൽ പെട്ടില്ല, ആർക്കും ആക്രമണമൊന്നും പറ്റിയില്ല, ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വന്ന അവസ്ഥയൊന്നും ഉണ്ടായില്ല എന്നുള്ളത് വലിയ ആശ്വാസം നൽകുകയാണ്. ഇപ്പോൾ ഈ തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? ഈ കരടി എങ്ങോട്ടേക്കാണ് മറഞ്ഞിരിക്കുന്നതിനെ പറ്റിയൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അക്ഷയ, എനിക്ക് പിന്നിൽ ഈ കാണുന്ന തുരുത്തിലാണ് ഉച്ച മുതൽ കരടി ഉണ്ടായിരുന്നത്. അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ DFIയുടെ നേതൃത്വത്തിൽ രാവിലെ മുതൽ തന്നെ ഈ കരടിയെ പിന്തുടരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓടിച്ചാണ് ആ തുരുത്തിലേക്ക്, ആ പാടത്തിന് നടുവിൽ ഒറ്റപ്പെട്ട തുരുത്തിലേക്ക് കരടിയെ ഓടിച്ചു കയറ്റിയത്. അവിടെ നിന്ന് ഒച്ചയുണ്ടാക്കി പടക്കം പൊട്ടിച്ചപ്പോഴാണ് കരടി ഈ നെൽവയലിലൂടെ മുറിച്ചു കടന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത്. അവിടെ നിന്ന് ഓടിയ കരടി മറ്റൊരു തോട്ടത്തിലേക്ക്, പറമ്പിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ വനപാലകരും RRT സംഘവും ഒക്കെ തെരച്ചിൽ നടത്തുകയാണ്. രാവിലെ മുതൽ തന്നെ വനം വകുപ്പിന്റെ വെറ്ററിനറി ടീം അടക്കം ഇവിടെയുണ്ട്. കരടിയെ മുന്നിൽ കിട്ടിയാൽ മയക്കുവെടി വെക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ഏതാണ്ട് 3 ദിവസമായി കരടി, 40 മണിക്കൂറിലധികമായി കരടി ജനവാസ മേഖലയിൽ തുടരുന്നു. കുറുവദ്വീപിനടുത്തുള്ള പയ്യമ്പള്ളിയിലാണ് ആദ്യം കരടിയെ കണ്ടത്. അവിടെ നിന്ന് മാനന്തവാടി നഗരസഭയിലൂടെ സഞ്ചരിച്ച് എടവക പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കരടിയെ കണ്ടു. ഇന്ന് രാവിലെ മുതലാണ് ഈ വെള്ളമുണ്ട പഞ്ചായത്തിലെ കരിങ്ങാരി, പാലിയാണ തുടങ്ങിയ പ്രദേശങ്ങളിൽ കരടി ആളുകൾ നേരിട്ട് കണ്ടത്. എന്തായാലും അല്പസമയം മുമ്പ് നമ്മുടെ മുന്നിൽ കൂടി തന്നെയാണ് കരടി ആ തുരുത്തിൽ നിന്ന് നെൽവയൽ മുറിച്ചു കടന്ന് ഇപ്പുറത്തെ കുന്നിലേക്ക് പോയിട്ടുള്ളത്. അവിടെ ഇപ്പോൾ 2 DFOമാരും വെറ്ററിനറി ഡോക്ടറും ഉൾപ്പെടെയുള്ള വനപാലക സംഘം കരടിക്കായി തിരച്ചിൽ നടത്തുകയാണ്. ഇപ്പോൾ ഈ കരടി, അതായത് ജനവാസ മേഖലയിലാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഈ കരടി ഉള്ളത്. ദൃശ്യങ്ങളിൽ ചുറ്റും ആൾക്കൂട്ടം ഉള്ളപ്പോഴാണ് ഈ കരടി ഇങ്ങനെ പാഞ്ഞു കിടക്കുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഈ മറഞ്ഞിരിക്കുന്ന സ്ഥലം എങ്ങനെയാണ്, അവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയാണ്, ഇനി എങ്ങനെ കരടിയെ പിടികൂടാനാകും എന്നുള്ളൊരു ആസൂത്രണത്തിലും അങ്ങനെയുള്ള ചിന്തയിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉള്ളത്. അക്ഷയ, പൂർണ്ണമായും ഇത് ജനവാസ മേഖലയാണ്. വലിയ പാടശേഖരമാണ്. കരിങ്ങാരി, കൊമ്മയാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ വലിയ നെൽവയലാണ്. അതിന് നടുവിൽ ഇത്തരം തുരുത്തുകളുണ്ട്, കുന്നുകളുണ്ട്. അത്തരം ആ തുരുത്തിലാണ് കരടി നേരത്തെ ഉണ്ടായിരുന്നത്. ആ തുരുത്തിലേക്കാണ് കരടിയെ ഓടിച്ചു കയറ്റിയത്. അവിടെ നിന്നാണ് വീണ്ടും ഇറങ്ങി തൊട്ടപ്പുറത്തെ ഒരു കുന്നിലേക്ക് കരടി പോയത്. കൊയ്യാത്ത പാടങ്ങളാണ്, കുറേ കൊയ്തിട്ടിട്ടുണ്ട്, ബാക്കിയൊക്കെ നെൽവയലുകളാണ്. അത്തരം പൂർണ്ണമായും ജനവാസ മേഖലയിൽ തന്നെയാണ് കരടി ഇപ്പോഴും തുടരുന്നത്. ചെറിയൊരു പുഴ അടുത്തുകൂടി ഒഴുകുന്നുണ്ട്. അതിൻ്റെ അരികിലൊക്കെ ഓടയും മുളങ്കാടുകളൊക്കെ ഉണ്ട്. ആ ഭാഗത്തുകൂടിയൊക്കെ കരടി മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാകും. പക്ഷേ വലിയ കാടുകൾ, വലിയ തോട്ടങ്ങളോ അല്ലെങ്കിൽ വനമേഖലയോ ഈ പ്രദേശത്തിനടുത്ത് എങ്ങുമില്ല. വനത്തിലേക്ക് എത്തണമെങ്കിൽ ഇനി ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്ററെങ്കിലും സഞ്ചരിച്ച് ബാണാസുര സാഗർ ഡാമിനടുത്ത് എത്തണം. അല്ലാതെ ഈ അടുത്തൊന്നും വനമേഖലയില്ല.